ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പണിയെടുക്കണം. നമുക്ക് വിചാരിച്ച കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ മനസ്സിനോട് പറയുന്നത് മേ ബി ഞാൻ ഭയങ്കര ലേസി ആയിരിക്കും, എനിക്ക് ലേസി ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കിട്ടാത്തത്. ലേസിനെസ് അല്ല ചിലപ്പം പല കേസസിലും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ്, അതായത് അൺയൂസ് ആയിട്ടുള്ള യൂസ്ലെസ് ഇൻഫർമേഷൻസ് നമ്മൾ ഒരുപാട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ക്രൗഡഡ് ആവും. ഫിയേഴ്സ് വരും, ന്യൂസസ് വരും, ഒപ്പീനിയൻസ് വരും. സോ ഇറ്റ്സ് ഓൾ കൺഫ്യൂസ്ഡ് മൈൻഡ്. കൺഫ്യൂസ്ഡ് മൈൻഡിൽ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൺഫ്യൂസ് സിഗ്നൽ ക്രിയേറ്റ് കൺഫ്യൂസ് റിസൾട്ട്സ്. നമ്മൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ഇൻറ്റൻഷനുമാണ് യൂണിവേഴ്സ് റെസ്പോണ്ട് ചെയ്യുക. മറിച്ച് നമ്മൾ കൊടുക്കുന്ന ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ലാത്ത കുറേ സിഗ്നൽസിന് തീർച്ചയായിട്ടും ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ലാത്ത റിസൾട്ടുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ വാട്ട് യു ഹാവ് ടു ഡു, ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ 2026 അൺലേൺ ചെയ്യാൻ പഠിക്കുക. ഇത്ര കാലം നമ്മൾ ലേൺ ചെയ്യാനാണ് പഠിച്ചത്, അൺലേൺ ചെയ്യാൻ പഠിക്കാം. എങ്ങനെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മറക്കാം. ആൻഡ് ദാറ്റ്സ് ഈസി. ലൈക്ക് വി ഹാവ് ടു മൂവ് ഓൺ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. സോ ഐ വാസ് എ മെക്കാനിക്കൽ എഞ്ചിനീയർ ലോങ് ടൈം അഗോ, ബട്ട് നൗ എനിക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല. ലൈക്ക് ഐ അൺലേൺഡ് ഓൾ ദി തിങ്സ് ബിക്കോസ് ഐ എം നോട്ട് യൂസിങ് ദാറ്റ്. ഓക്കെ,